ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ യുക്തിവാദികളായ ആളുകളിൽ വളരെ ചെറിയ ഒരു വിഭാഗം ആളുകൾ എപ്പോഴും എന്നെ എടുത്ത് വിമർശിക്കാറുണ്ട്. യുക്തിവാദികൾ തന്നെ. അതായത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അനുകൂലമായി നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്ന രൂപത്തിൽ ഒന്നത്. രണ്ട്, സംഘപരിവാരങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുന്ന ഇസ്ലാമോഫോബിയ വെച്ചിട്ട് സംഘികളെ സുഖിപ്പിക്കുന്ന ആൾ എന്ന ലേബൽ. ഇതിന് രണ്ടിനും ഒരു എതിർഭാഗമുണ്ട്. അതായത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം യുക്തിവാദിയാകുകയും ചെയ്തു, എന്നാലോ ഇസ്ലാം ഉള്ളിൽ നിന്ന് പോയിട്ടുമില്ല. എൻ്റെ ഉള്ളിൽ നിന്ന് മൊത്തം ഇസ്ലാമും പോയി, ഒരു മതവുമില്ല. അതുകൊണ്ട് എനിക്ക് വളരെ ബോൾഡായിട്ട് സംസാരിക്കാനും സാധിക്കും. ആരെയും ഭയക്കാതെ, ആരെയും പ്രീണിപ്പിക്കാതെ, ഒരു പക്ഷവും ചാഞ്ഞോ ചരിഞ്ഞോ നിൽക്കാതെ. ഏതെങ്കിലും ഒരു മത രാഷ്ട്രീയ സംഘടനയിലോ മതമില്ലാത്ത സംഘടനയിലോ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ഒരാളല്ല ഞാൻ. ആരെങ്കിലും പ്രോഗ്രാമിന് വിളിച്ചാൽ പറ്റുമെങ്കിൽ ഡേറ്റ് കൊടുക്കും, അല്ലാല്ലെങ്കിൽ ഇല്ല എന്ന് സന്തോഷത്തോടെ സ്നേഹത്തോടെ പറഞ്ഞു പിരിയും, അത്രേ ഉള്ളൂ. പിന്നെ ഇവരുടെയൊക്കെ വാക്കുകൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല, ഇത് ഇരുതല മൂർച്ചയുള്ള ആശയമാണ്. ഒന്ന്, സംഘപരിവാരങ്ങളെ സുഖിപ്പിക്കുന്നു. ഇതാരാ പറയുന്നറിയുമോ? പ്രധാനമായിട്ടും കേരളത്തിലെ പ്രമുഖ യുക്തിവാദികൾ എന്ന് അവരു തന്നെ അവകാശപ്പെടുന്ന 3 പേരാണ്. ഈ 3 പേരും കമ്മി പാളയത്തിലാണുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. താലിബാൻ ഇവർക്ക് വിസ്മയമാണ്, ഹമാസ് ഇവർക്ക് പോരാളികളാണ്, ഐസിസ് ഇവർക്ക് ചങ്കുകളാണ്. കാര്യം മനസ്സിലായിട്ടില്ലേ? ഇതാണ് അടുത്ത വിഷയം. അവർക്ക് എന്തുമാകാം. ഇന്നലെ അൻവറിന്റെ ലൈവ് എത്ര പേര് കണ്ടെന്നറിയില്ല. അൻവർ കൃത്യമായി പറഞ്ഞു, തൃശ്ശൂര് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതാരാണ്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അവിടെ എടുത്തിട്ടു. അദ്ദേഹത്തെ സംഖ്യയാക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഇത്രയധികം മാസപ്പടി വിവാദം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ശോഭാ സുരേന്ദ്രൻ കൃത്യമായി കാര്യങ്ങൾ അവലോകനം ചെയ്ത് സംസാരിച്ചു. നരേന്ദ്രമോദിയെ കണ്ടാലുടനെ പിണറായി എന്താണ് ചെയ്യാറുള്ളതെന്നും എന്തുകൊണ്ടാണ് ഇതുവരെ ഇവർക്കെതിരെ, തന്തയ്ക്കും മകൾക്കുമെതിരെ ആക്ഷൻ ഉണ്ടാകാത്തത് എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. നിങ്ങൾക്ക് ആ തന്തയും മോളെയും സംഖ്യയാക്കാൻ ധൈര്യമുണ്ടോ? അപ്പൊ ജാമിദ ആകുമ്പോൾ ചാഞ്ഞ കൊമ്പാണല്ലേ, ചാടിക്കയറാമെന്ന് വിചാരിച്ചല്ലേ? നമ്മുടെ മുഹമ്മദ് ഖാൻ കാക്കയുടെ ഇസ്ലാമിക പരിജ്ഞാനം എന്താണ് എന്ന് എനിക്കറിയില്ല, എൻ്റെ പരിജ്ഞാനം എനിക്കറിയാം. അപ്പൊ കാക്ക എപ്പോഴും എന്നെ എടുത്തിട്ട് കൊട്ടാറുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യാത്തതാ, കാരണം ഇതിനൊന്നും വില കൊടുക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ. ഞാനും ലവനും ലിവനും ഞങ്ങൾ 3 പേര് മാത്രമാണ് കേട്ടോ കേരളത്തിലെ യുക്തിവാദികളുടെ പാറ്റന്റ് എടുത്തിട്ടുള്ളത്. ശരി, ആരും അല്ലെന്ന് പറയുന്നില്ലല്ലോ. അങ്ങ് എടുത്തോ, കൊണ്ടുപോയിക്കോ, വീട്ടിൽ കൊണ്ടുവച്ച് ഷോക്കേസിൽ വെച്ചിട്ട് പൂജിച്ചോ, ആരുമില്ലെന്ന് പറയുന്നില്ല. ഇവർക്കൊക്കെ ഏത് രൂപത്തിലുള്ള ജനാധിപത്യ ബോധമാണുള്ളത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ മുഹമ്മദ് ഖാൻ കാക്കയ്ക്ക് എന്തോ വല്ലാത്തൊരു ചൊറിച്ചില് കുറെ ആയി തുടങ്ങിയിട്ട്. ഞാനും വിചാരിച്ചു വട്ടച്ചൊറിയല്ലേ, ചൊറിഞ്ഞോട്ടെ, സുഖം കിട്ടുന്നെങ്കിൽ പിന്നെ നമ്മൾ എന്തിനായി വേണ്ടാന്ന് പറയുന്നേ? ആ വട്ടച്ചൊറി ചൊറിഞ്ഞു അദ്ദേഹം സുഖിച്ചോട്ടെ എന്ന് വിചാരിച്ചു. നോക്കിയപ്പോ ചൊറിഞ്ഞു വല്ലാണ്ടങ്ങ് കേറി. അപ്പോൾ ഇനിയും മിണ്ടാതിരുന്നാൽ ഇവര് വിചാരിക്കും ഇവരെ ഭയന്നിട്ടാണെന്ന്. അതുകൊണ്ട് അതിനൊരു മറുപടി പറയാൻ അനിവാര്യമായ ഒരു സമയമാണിത് എന്ന് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു മറുപടി പറയുന്നത്. ഈ മറുപടിക്ക് 3 ലക്ഷ്യങ്ങൾ. ഒന്ന്, ഇദ്ദേഹം പറഞ്ഞു
ഇസ്ലാമോഫോബിയ വിറ്റ് കാശാക്കുന്ന ചില നവനാസ്തികർ എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോ തുടങ്ങുന്നത്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഇദ്ദേഹത്തെ അറിയാമെന്ന് പോലും എനിക്കറിയില്ല. കളിയാക്കിയതല്ല. അപ്പോൾ ഒന്ന്, ഇസ്ലാമിൽ ഫോബിക് ആണോ ഉള്ളത്, ഫിയർ ആണോ ഉള്ളത്, ഞാൻ തെളിയിക്കാം. ഇദ്ദേഹം ഒരു സംവാദത്തിന് വന്നിരിക്കണം. ഒന്നതാണ്, ഇസ്ലാം അറിയാതെ ഖുർആനോ ഹദീസോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളോ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളോ മലയാളത്തിൽ വായിച്ചിട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ ഇറങ്ങിയ ആളല്ല ജാമിദ. ആരുടെയെങ്കിലും ഏതെങ്കിലും യുക്തിവാദി പ്രഭാഷണങ്ങൾ കേട്ടിട്ടോ ഏതെങ്കിലും ആനുകാലിക ലേഖനങ്ങൾ വായിച്ചിട്ടോ എക്സൈറ്റഡ് ആയി മതം വിട്ട് യുക്തിവാദത്തിലേക്ക് വന്ന ആളല്ല ജാമിദ. ഒരുപാട് കഷ്ടപ്പെട്ട് വർഷങ്ങളോളം ഹോസ്റ്റലുകളിൽ നിന്ന് മതം പഠിച്ചെടുത്ത് ഈ കടിച്ചാൽ പൊട്ടാത്ത അറബി ഭാഷയും അതിൻ്റെ തർജ്ജമയും കാണാതെ പഠിച്ചു മനസ്സിലാക്കി ഈ മതം എന്താണ് എന്ന് ബോധ്യപ്പെട്ട് ഈ മതം വിട്ട ആളാണ് ഞാൻ. ഈ മതത്തിന്റെ ജനാധിപത്യ വിരുദ്ധതകളും സ്ത്രീ വിരുദ്ധതകളും മാനവിക വിരുദ്ധതകളും മനസ്സിലാക്കി മതം വിട്ട ആളാണ് ജാമിദ. നിങ്ങളെപ്പോലെ ഇസ്ലാമിലെ സീറോ പരിജ്ഞാനവുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആളല്ല ജാമിദ. ഒരു കാര്യവും കൂടി, ഒരു ഇന്റൻഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമതായി, ഖുർആൻ വായിച്ച് പദാനുപദം അർത്ഥം പറഞ്ഞ് ഇസ്ലാമിൽ ഫോബിക് അല്ല ഉള്ളത്, ഫിയർ ആണ് ഉള്ളത് എന്ന് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇസ്ലാമിൽ ഫോബിക് ആണ് ഉള്ളത് എന്ന് തെളിയിക്കാൻ മുഹമ്മദ് ഖാൻ തയ്യാറാകണം. വെറുതെ വളവളാന്ന് മൈക്ക് കിട്ടിയപ്പോൾ ജാമിദയ്ക്കെതിരെ എന്തെങ്കിലും കുരച്ചിട്ട് പോയിരിക്കാമെന്ന് വിചാരിക്കരുത്. ധൈര്യമായി മുന്നിലേക്ക് വരണം, മുഖ്യധാരയിലേക്ക് വരണം. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിൽ കൊണ്ടുവച്ചാലും ശരി, ഓപ്പൺ സംവാദത്തിന് ജാമിദ തയ്യാറാണ്. ഈ മുഹമ്മദ് ഖാനുമായിട്ട് ഇദ്ദേഹം തയ്യാറാകണം. ഇസ്ലാമിലുള്ളത്, പിന്നെയും പറയുന്നു ഞാൻ, ഫോബിക് അല്ല, ഫിയർ ആണ്. എന്താ ഫോബിക്? ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുക. എന്താ ഫിയർ? ഉള്ളത് തന്നെ. എക്സാമ്പിൾ, ഹൈഡ്രോഫോബിയ, വെള്ളം കണ്ടാൽ ഭയക്കുന്ന ഒരു രോഗം. വെള്ളത്തിനെ പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇസ്ലാമിനെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാ. അതാ ഞാൻ പറഞ്ഞ, തറവാട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു, ഉമ്മറത്തിൽ എത്തിയതുമില്ല. അതുപോലത്തെ അവസ്ഥയാണുള്ളത്. ഇനി ഇദ്ദേഹം പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചു തരാം, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇദ്ദേഹം പറയുന്നു, ഭയങ്കരമായി ജാമിദയുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു. അല്ല സുഹൃത്തെ, 10-17 വർഷങ്ങൾക്ക് മുമ്പ് താങ്കളുടെ ജീവിത നിലവാരം എന്തായിരുന്നു? ബോംബെയിൽ ചെന്ന് ഈത്തപ്പഴം എടുത്ത് ഹോൾസെയിലായിട്ട് കൊണ്ടുവന്ന് റീറ്റെയിലായിട്ട് വിൽക്കുന്നത് ബ്രാഹ്മണർക്കല്ലല്ലോ, ആണോ? സംഖ്യകളാണോ നിങ്ങളുടെ ഈത്തപ്പഴം വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നത്? നോമ്പാകുമ്പോൾ സീസൺ ചാകരയാ. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ മുസ്ലിങ്ങളെ സുഖിപ്പിച്ച് സംസാരിച്ചല്ലേ പറ്റൂ. ഹമാസിനെയും ഐസിസിനെയും ഹിസ്ബുള്ളയെയും താലിബാനെയും ഒക്കെ എതിർത്താൽ ഈത്തപ്പഴം വന്ന് ആര് വാങ്ങിക്കൊണ്ടു പോകും? അപ്പോൾ അനാവശ്യമായിട്ടുള്ള രൂപത്തിലാണ് വിമർശിക്കുന്നതെങ്കിൽ അതിനെ എതിർക്കേണ്ടി വരും. ഇദ്ദേഹത്തിന് ഇസ്ലാമിക വിഷയങ്ങളിലെ പരിജ്ഞാനം എന്താണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിത് അറിഞ്ഞിട്ട് തന്നെയാണ് വിമർശിക്കുന്നത്. ഇസ്ലാം വിമർശിക്കപ്പെടേണ്ടുന്ന ഒന്നാണോ എന്നാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ വിഷമം. ഇവർക്ക് കമ്മി ആശയത്തിൽ നിൽക്കാം, കമ്മി ആലയത്തിൽ നിൽക്കാം. അപ്പൊ കമ്മി ആലയത്തിൽ നിന്ന് ഇസ്ലാമിക തീവ്രവാദത്തെ മനസ്സിൽ താലോലിക്കാതെ ഇദ്ദേഹത്തിന്റെ ബിസിനസ് ഇദ്ദേഹത്തിന് മെച്ചപ്പെടുത്താൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ബാസിൽ പറഞ്ഞ ഒരു വീഡിയോ ഇപ്പൊ മുക്കി ഞാൻ ഓർക്കുന്നു. സംഘികളെ ഏറ്റവും കൂടുതൽ സുഖിപ്പിക്കുന്നത് ആരാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പേരുകളൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പൊ അവരെയൊക്കെ പിടിച്ച് കമ്മിയാക്കുവോ കാക്ക? ഇനിയും
കാക്ക പറഞ്ഞത് ഒന്ന് കേൾക്കുക. ഇസ്ലാമിക വിമർശനം ആരെയൊക്കെയോ സുഖിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ അനുമാനിക്കുന്നു. സംഘപരിവാറിന് വേണ്ടിയും ഇസ്ലാമിക വിമർശനം നിങ്ങൾ നടത്തുമ്പോൾ സുഖിക്കുന്നില്ലേ ആരും? സംഘപരിവാറിന് വളമാകുന്നില്ലേ നിങ്ങൾ പറയുന്ന മതവിമർശനം, ഇസ്ലാം മത വിമർശനം? ഇനിയും സംഘപരിവാരങ്ങൾക്ക് വളമാകുന്നുണ്ട് എന്ന് വിചാരിച്ച് ഇസ്ലാം മത വിമർശനം അങ്ങ് നിർത്താൻ പറ്റുമോ? കമ്മി പാളയത്തിലേക്ക് നിങ്ങൾക്ക് ഇസ്ലാം മത വിമർശനം കൊണ്ടുവരാമോ? ഇസ്ലാം മത വിമർശനം തൊഴിലാക്കിയെടുത്ത ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ. ഇസ്ലാമിനെ വെള്ളപൂശി ജീവിക്കുന്ന ഒരുപാട് ആളുകളില്ലേ? എന്തേ അവരെയൊന്നും പറയാൻ പറ്റാത്തത്? അദ്ദേഹം പറയട്ടെ. ഇസ്ലാമിക വിമർശനം ആരെയൊക്കെയോ സുഖിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ അനുമാനിക്കുന്നു. സംഘപരിവാർ എന്ന് കരുതി പറയാതിരിക്കാൻ പറ്റുമോ? ഉള്ള കാര്യമല്ലേ പറയുന്നേ. വേണ്ടിയും അല്ലാതെയും. അതായത് യൂട്യൂബ് വരുമാനം വളരെ നല്ല വരുമാനമാണ്. ഈ യൂട്യൂബ് വരുമാനത്തെയും പ്രശസ്തിയെയും മുന്നിൽ കണ്ടുകൊണ്ട് ഏതു മീനാണ് വിൽക്കാൻ പാകത്തിലുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിക വിമർശനത്തിന് കേരളത്തിൽ നല്ല മാർക്കറ്റാണ്. നിങ്ങൾ നോക്കൂ, കേവലം 5% BJPയുടെ വോട്ട് വളർന്ന് 15 എത്തി നിൽക്കുകയാണ്. ഞങ്ങളുടെ ഇസ്ലാമിക വിമർശനം, ഞങ്ങളുടെ വേണ്ട, എന്റെ ഇസ്ലാമിക വിമർശനം കൊണ്ടാണ് സംഘികളുടെ വോട്ട് അത്രയും വളർന്നത് അല്ലേ? നാണോ ഇല്ലേ കാക്ക നിങ്ങൾക്ക്? ഉളുപ്പുണ്ടോ കാക്ക നിങ്ങൾക്ക്? എന്ത് മനസ്സിലാക്കിയിട്ടാണ് കാക്ക നിങ്ങൾ ഈ പറയുന്നത്? പിണറായി വിജയൻ തന്നെ സംഘിസത്തെ വളർത്തുന്നു എന്ന് അവരുടെ പാളയത്തിൽ നിന്ന് വന്ന അൻവർ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ കാക്ക? എളുപ്പമുണ്ടല്ലേ? ജാമിദ ചാഞ്ഞ കൊമ്പാണെന്ന് വിചാരിച്ചല്ലേ? തരാ ഞാൻ. എന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ എന്നെ പേടിപ്പിക്കുന്നു. ഞാൻ അറിയാതെ ഈ രാജ്യത്തെ ഹൈന്ദവ വർഗീയതയ്ക്ക് ഞാൻ എന്റെ സംഭാവന ചെയ്യുന്നുണ്ടോ? ഞാൻ എന്റെ യുക്തിവാദ പ്രവർത്തനം, എന്റെ ഇസ്ലാമിക വിമർശനം നിർത്തണോ തുടരണോ? കാരണം മുഹമ്മദ് ഖാന്റെ ഇസ്ലാം മത വിമർശനം കാരണം സംഘികൾ വളർന്നുകൊണ്ടിരിക്കുക കേരളത്തിൽ മൊത്തം. എന്നാണ് വിമർശനം തുടങ്ങിയെന്നറിയില്ല. മൊത്തത്തിൽ എത്ര വിമർശനം നടത്തിയിട്ടുണ്ടെന്നറിയില്ല. ഇദ്ദേഹത്തെ എത്ര പേര് അറിയുമെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഇദ്ദേഹത്തിന്റെ ഇസ്ലാം മത വിമർശനം തുടരണോ നിർത്തണോ? അതാണ് ഇദ്ദേഹം പബ്ലിക്കിൽ വന്ന് ചോദിക്കുന്നത്. ലേശമൊക്കെ ഉളുപ്പാകാം കേട്ടോ കാക്ക. കിട്ടാത്ത ചോദ്യമാണ്. അതുകൊണ്ട് ഇതിനെ രണ്ടുത്തരം പറയാം. ഇത് സംഘികൾക്ക് വേണ്ടി അല്ലാതെ ചെയ്യുന്ന ആളുകളുണ്ട്, പക്ഷെ അവിടെയും സംഘികൾക്ക് അത് ഗുണകരമായി മാറുന്നുണ്ട്. പിന്നെ സംഘികൾക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന ആളുകളുണ്ട്. സംഘികൾക്ക് വേണ്ടി ചെയ്യുന്ന എക്സ് മുസ്ലിങ്ങളുണ്ടെന്നോ? തീർച്ചയായിട്ടും പേരെടുത്ത് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ആ രംഗത്ത് ആദ്യമായി വന്നത് ജാമിദ ടീച്ചറാണ്. അവരെ കാക്ക, ഞാൻ എക്സ് മുസ്ലിം അല്ല. കാക്കാക്ക് മനസ്സിലായില്ലേ? ഞാൻ ഛർദിച്ചത് പിന്നെ ഞാൻ എടുത്ത് കഴിക്കാറില്ല. ഇസ്ലാമിനെ ഞാൻ ഛർദിച്ചു, പിന്നീട് ആ പേരെനിക്ക് ആവശ്യമില്ല. ഞാന് മുസ്ലിം എന്ന പദം പോലും ഒരിടത്തും പ്രയോഗിക്കാറില്ല. എനിക്ക് താല്പര്യമില്ല. ഛർദിച്ചത് തിന്നുകൊണ്ട് കിടക്കുന്ന ആളുകളോട് ചോദിച്ചാൽ മതി, നിങ്ങൾ എക്സ് ആണോ എന്ന്. എനിക്കതിന്റെ ആവശ്യമില്ല. ശരി, എന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, വരട്ടെ. കുറിച്ച് ഞാൻ അബ്ദുൽ അലി മാഷിനോട് ചോദിച്ചപ്പോൾ ഒരു ന്യായയുക്തമായ കാര്യം പറഞ്ഞു. ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീഷണിയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അത് ഒരു പരിധിക്ക് ന്യായീകരിക്കാവുന്ന കാര്യമാണെങ്കിലും ന്യായമല്ല. ഇപ്പോൾ ആരിഫ് ഹുസൈൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ പ്രശസ്തിക്ക് വേണ്ടി തന്നെ, പണത്തിന് വേണ്ടി തന്നെ, നല്ല വരുമാനമാണ്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ജാമിദ ടീച്ചറിന്റെ ജീവിത നിലവാരവും വളരെ മെച്ചപ്പെടും. കാരണം ഇത് അതുകൊണ്ട് എന്ത് ചെയ്യണം? കാക്ക 10-17 വർഷം മുമ്പ് ജീവിതം തകർന്നു നിന്ന സമയത്ത് ഈത്തപ്പഴ കച്ചവടം തെരഞ്ഞെടുത്തത് ആരെ കണ്ടിട്ടായിരുന്നു? മുസ്ലിങ്ങളെ കണ്ടിട്ടല്ലേ? അപ്പോ നിങ്ങൾ ഉടച്ചാൽ പൊൻകലം അല്ല മൺകലം, ഞാൻ ഉടച്ചാൽ പൊൻകലം അല്ലേ? അത് കൊള്ളാലോ കാക്ക. നല്ല ഐഡിയ ആണല്ലോ കാക്കയുടെ. കാക്ക പേരിനും പ്രശസ്തിക്കും തന്നെയല്ലേ വന്നിരുന്ന് ഈ തട്ടിവിടുന്നത്. മുസ്ലിങ്ങളുടെ കുറച്ച് പിന്തുണയ്ക്ക് വേണ്ടി ഈത്തപ്പഴം വാങ്ങിക്കൊണ്ടുപോകുന്ന ആളുകള് എങ്ങനത്തെ ആളുകളാണെന്ന് മാർക്കാണ്. ഈത്തപ്പഴം ആവശ്യമെന്നും എല്ലാവർക്കും അറിയാം. എന്ന് കരുതി മറ്റുള്ളവർ ഉപയോഗിക്കുന്നില്ല എന്നല്ല. ആരാണ് വളരെ നോമ്പ് കാലത്തൊക്കെ ഈത്തപ്പഴം വളരെ സുലഭമായ രൂപത്തിൽ ഉപയോഗിക്കുന്നത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ 1 ലക്ഷത്തിന് മുകളിൽ വരുമാനമുണ്ട്. എം അക്ബറിന്റെ വരുമാനം കാക്കായ്ക്ക് അറിയാമോ? ഈ ഹാരിസ് മദനി
റഫീഖ് സലഫി, ഒരുപാട് ആളുകൾ ഇന്ന് യൂട്യൂബിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. അതെന്താ കാക്ക, അവർക്കൊക്കെ വരുമാനം കിട്ടുന്നതാണോ കാക്കയുടെ വിഷമം? അതോ അവർക്ക് കിട്ടുന്നതൊന്നും കാക്കയുടെ പ്രശ്നമല്ല, എനിക്ക് കിട്ടുന്നതാണോ വിഷമം? കാക്കയെ പോലെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് വന്നിരുന്ന് ചീഞ്ഞ വർത്തമാനം പറയുന്ന ആളല്ല ഞാൻ. വളവളാന്ന് 4 ഇസ്ലാമിനെ കുറിച്ചോ അതല്ലെങ്കിൽ സംഘികളെ കുറിച്ചോ പറയുമ്പോൾ കാക്കായ്ക്ക് 4 കയ്യടി കിട്ടുന്നുണ്ടാവും. കാക്ക എൻ്റെ ഒരു പോസ്റ്റ് എടുത്തൊന്ന് വായിച്ചു നോക്കിയേ. ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ധാരാളം പോസ്റ്റുകൾ ഇടാറുണ്ട്. ഖുർആാനും ഹദീസും ഒക്കെ 10-20 ഖുർആൻ വചനങ്ങളും 10-20 ഹദീസുകളും ഒക്കെ കോർത്തിണക്കിയിട്ട് തന്നെ ഓരോ പോസ്റ്റുകൾ ഉണ്ടാക്കാറുള്ളത്. ഇതൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്തതാ. അത് തന്നെയാണ് ഇന്ന് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പ്രയാസമുള്ള ജോലിയാണ്. ഇനി കാക്ക ഇപ്പം എന്നെ പറഞ്ഞല്ലോ സംഘിപ്പാളയത്തിൽ, ശരി, കാക്കയുമായിട്ടൊരു ഡിബേറ്റിന് ഞാൻ തയ്യാറാണ്. കാക്കുണ്ടോ? ഒരു നിബന്ധന, വിഷയം ഇതാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയം ഇസ്ലാമിൽ ഇല്ലാത്തതാണെന്ന് തെളിയിക്കണം. ഞാൻ പറഞ്ഞത് ഖുർആൻ അല്ല എന്ന് തെളിയിക്കണം. അതിൻ്റെ അർത്ഥമല്ല എന്ന് തെളിയിക്കണം. കാക്കുണ്ടോ? ഹദീസ് ആ ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്തതാണ് എന്ന് തെളിയിക്കണം. കാക്കായ്ക്ക് ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ അക്ഷരത്തെറ്റില്ലാതെ ഓതാൻ അറിയാമോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. എനിക്കറിയാം, അതെനിക്കറിയാം. ഇസ്ലാമിന്റെ പരിഭാഷ വായിച്ചിട്ട്, ഖുർആനിന്റെയും ഹദീസിന്റെയും മലയാള പരിഭാഷ വായിച്ചിട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ ഇറങ്ങിയ ആളല്ല കാക്ക ഞാൻ. കഷ്ടപ്പെട്ട് പഠിച്ചു തന്നെ വന്നതാ. പഠിച്ച് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് തെളിയിപ്പിച്ച് തന്നെ വന്നതാ. അങ്ങനെ തന്നെ വന്നിട്ട് ഇസ്ലാം മത വിമർശനം നടത്താൻ പാടുള്ളൂ എന്ന് എനിക്ക് നിബന്ധനയൊന്നുമില്ല, നിർബന്ധവുമില്ല. മറിച്ച് ഇദ്ദേഹം പറയുന്നതിൻ്റെ മറുപടിയാ. ഞാൻ വെറുതെ സംഘപരിവാരങ്ങളെ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാം മത വിമർശനം നടത്തിയത് എന്ന് കാക്ക തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്. പബ്ലിക്കിൽ കാക്ക വന്ന് ഈ വിഷയത്തിൽ ഇങ്ങനെ സംസാരിച്ച സ്ഥിതിക്ക്, എന്നെയും ആരിഫിനെയും കോട്ട് ചെയ്ത സ്ഥിതിക്ക്, ഞാനും ഡോക്ടർ ആരിഫും വലതും ഇടതുമായിട്ടിരിക്കാം. കാക്ക നടുക്കിരിക്കട്ടെ. കാക്ക ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയും. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കാക്കായി മറുപടി പറയണം. കാക്കായ്ക്ക് ആരിഫിനോട് ചോദിക്കണോ? ആരിഫിനോട് ചോദിക്കാം. എന്നോട് ചോദിക്കണോ? എന്നോട് ചോദിക്കാം. ഞങ്ങൾ രണ്ടുപേരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കാക്ക മറുപടി പറയണം. ഇസ്ലാമിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ജാമിദ സംസാരിച്ചിട്ടുണ്ടോ? കാക്ക പറയണം. ഇപ്പോൾ ഇസ്ലാമിനെ ജാമിദ വിമർശിക്കുമ്പോൾ മാത്രമാണോ സംഘപരിവാര് സുഖിക്കുന്നത്? ഇദ്ദേഹം പറയുന്ന ആളുകളൊന്നും ഇസ്ലാമിനെ വിമർശിക്കുന്നില്ലേ? അതൊന്നും സംഘപരിവാരങ്ങൾക്ക് വളമാകുന്നില്ലേ? ഉളുപ്പില്ലാത്ത കാക്ക. ഇത് വിൽക്കപ്പെടുന്ന ചരക്കാണ്. അതുകൊണ്ട് തന്നെയല്ലേ കാക്കായും ഇസ്ലാം മത വിമർശനവുമായിട്ട് ഇറങ്ങിയത്. ഇസ്ലാമിക വിമർശനം ഒന്ന് വിൽക്കാൻ, വിൽപ്പന ചരക്കാക്കാൻ. ഇത് നിലനിൽക്കുന്നത് എന്നെ പോലുള്ള ജബ്ബാർ മാഷിനെ പോലുള്ള ലിയാഖത്ത് പോലുള്ള ആളുകൾ സംഘപരിവാറിനെ ഉദ്ദേശിച്ച് എല്ലാം കമ്മികളാ എല്ലാം ചെയ്യുന്നു. നമ്മൾ മനസ്സിലായില്ലേ? ഇവര് 3 പേരും ചെയ്യുന്നത് തങ്കം, നമ്മൾ ചെയ്യുന്നത് കേടിയെന്നു, ഞാനും ആരിഫും. അപ്പൊ അവര് 3 പേരും കമ്മികളെ സുഖിപ്പിക്കുന്നു. കുഴപ്പമില്ലല്ലോ. അത് സംഘപരിവാരങ്ങൾക്ക് വളമാകുന്നില്ലേ കാക്ക? തലയ്ക്കക താഴ്താമസം ഇല്ലേ കാക്ക? നിങ്ങൾക്ക് വന്ന വഴിക്ക് തല എവിടെയെങ്കിലും മുട്ടിയോ? നിങ്ങൾ 3 പേരും നടത്തുന്ന ഇസ്ലാം മത വിമർശനം സംഘപരിവാരങ്ങൾക്ക് വളമാകുന്നില്ലേ? എന്താ ഞങ്ങൾ ചെയ്യുന്നത് മാത്രമേ സംഘികൾക്ക് വളമാകുന്നുള്ളൂ? എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ 3, നിങ്ങളടക്കമുള്ള 3 പേരുടെയും ചാനലുകളിൽ ഏറ്റവും കൂടുതൽ വരുന്നതാരാ? സംഘികൾ തന്നെ. അല്ല കണ്ടിട്ടാ, അങ്ങനെയാണെങ്കിലും ഇപ്പൊ ജവാർ മാഷിന്റെ വിമർശനവും മുഹമ്മദ് ഖാന്റെ വിമർശനവും ലിയാഖത്തിന്റെ വിമർശനവും സംഘപരിവാറിന് അനുകൂലം ആവില്ലേ? ഇല്ല. അല്ല, നമുക്ക് യൂട്യൂബിൽ വ്യൂ കാണാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ യൂട്യൂബിലെ വ്യൂ ഒരു വലിയ ഘടകമാണ്. അത് മനസ്സിലാക്കുക. അതായത് ഇന്ന് കച്ചവടത്തിന് ഏത് മേഖലയിലെ വോട്ടിന്റെ കച്ചവടമായാലും സംഘപരിവാറിന് അനുകൂലമായുള്ള നിലപാടെടുത്താൽ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ ജയിക്കാവുന്ന അവസ്ഥ ചർച്ച ചെയ്യുന്നു. ഈ ഇസ്ലാം മത വിമർശനം ഞങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പും ഇവിടെ സംഘികളുണ്ട് കാക്ക. ആ സമയത്ത് ആരാ കാക്ക സംഘികൾക്ക് വളമായിട്ടുള്ളത്? ആരാ കാക്ക? ഞങ്ങളാരും ഇസ്ലാമിനെ വിമർശിക്കുന്നത് കൊണ്ട് സംഘികൾ വളർന്നു വന്നതല്ല കാക്ക. അപ്പോൾ നേരത്തെ പറഞ്ഞ ജാമിദ ടീച്ചർക്ക്
ആദ്യത്തെ ഒരു ഇസ്ലാം വിട്ടുവന്ന ആദ്യത്തെ പ്രഭാഷണം നടത്തിയത് ട്രിവാൻഡ്രത്താണ്. ആ ടൈറ്റിലിന്റെ പേര് ഞാൻ എങ്ങനെ യുക്തിവാദി ആയി എന്നാണ്. ആ പ്രഭാഷണം യൂട്യൂബിൽ വന്നപ്പോൾ ജമ്പിങ് ഓഫ് വ്യൂസ് ആണ്. ഈ വ്യൂസ് കണ്ട് ഒരു പ്രമുഖ പ്രഭാഷകൻ ഞെട്ടിപ്പോയ പ്രമുഖ പ്രഭാഷകൻ അടുത്ത മാസം മുതൽ ഇസ്ലാമിക വിമർശനം തുടങ്ങുകയും അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. കണ്ടിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ സംഘപരിവാറിന് വേണ്ടി വർത്തമാനം പ്രവർത്തനം ചെയ്താൽ അതൊരു കച്ചവടത്തിന്റെ ഗുണമല്ലേ? സംഘടന നടത്താം, പണം ഉണ്ടാക്കാം, വോട്ട് പിടിക്കാം, വിജയിക്കാം എന്ന രീതിയല്ലേ തോന്നുന്നത്? അതായത് ബോധപൂർവമായി തന്നെ സംഘപരിവാറിന് വേണ്ടി ചെയ്യാത്ത ആളുകളാണ് നമ്മൾ. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ആന്റി ഇസ്ലാമിക് വ്യൂ അല്ലെങ്കിൽ ഒരു ഇസ്ലാമോഫോബിയ കേരളത്തിലും ഉണ്ട് എന്നാണ്. വീണ്ടും ആവർത്തിക്കുന്നു ഞാൻ, ഇസ്ലാമിൽ ഫോബിക് ആണോ ഉള്ളത്, ഫിയർ ആണോ ഉള്ളത്? നാഗേഷ് തന്നെ ഇരിക്കട്ടെ മീഡിയേഷന്, ഞാൻ റെഡിയാണ്. മുഹമ്മദ് ഖാനുമായി ഇസ്ലാമിൽ ഫിയർ ആണോ ഉള്ളത്, ഫോബിക് ആണോ ഉള്ളത്? 1. 2, ഇസ്ലാമിനെ വിമർശിക്കാൻ മുഹമ്മദ് ഖാന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഞാൻ വിമർശിക്കുന്നത് ഇസ്ലാമിൽ ഉള്ളതോ ഇല്ലാത്തതോ, സംഘപരിവാറിന് വളമാകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. പറഞ്ഞതില്ലാത്തതാണെങ്കിൽ ഉളുപ്പില്ലാത്ത കാക്ക അത് തെളിയിക്കണം. ഇസ്ലാമിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒരു വസ്തുതയെ ഞാൻ ഉണ്ട് എന്ന് കാണിച്ച് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ കാക്ക അത് തെളിയിക്കണം. ഖുർആനിലെ ഏതെങ്കിലും ഒരു ഖുർആൻ വചനം പദാനുപദം അർത്ഥം പറഞ്ഞ് ഇസ്ലാമിനെ വിമർശിക്കാൻ കാക്കാക്ക് ധൈര്യമുണ്ടോ? എനിക്കുണ്ട്. കാരണം എന്തെന്നറിയാമോ? ഞാൻ ഈ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് വന്ന ആളായതുകൊണ്ട്. ഇത് പറയുമ്പോൾ എന്നെ സുഖാപ്പിയാക്കുന്ന ആളുകളുണ്ട്. സംശയം എന്താ കാക്ക? 100 വട്ടം അത് തന്നെ കാക്ക. കാക്കയുടെ ഉള്ളിൽ നിന്നും ആ സാധനം പോയിട്ടില്ല. കാക്ക തന്നെ കാക്കയെ കുറിച്ച് പറഞ്ഞെടുക്കുക കാക്ക യുക്തിവാദിയാണെന്ന്. കാക്കയുടെ ഉള്ളിൽ കിടക്കുന്ന സുഡാപ്പി മനസ്സുണ്ടല്ലോ, നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ഈ വിമർശനം കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇസ്ലാമിക വിമർശനം നിർത്തണം. ഓയ്യോ കാക്ക, ഇസ്ലാം മത വിമർശനം നിർത്തിക്കഴിഞ്ഞാ പിന്നെ കേരളത്തിൽ സംഘപരിവാരങ്ങൾ എന്ത് ചെയ്യും കാക്ക? സംഘപരിവാരങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ലേ? എന്തിനേറെ കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദി വരെ താഴെ ഇറങ്ങും. കാക്ക ഇസ്ലാം മത വിമർശനം നിർത്തല്ലേ? കാരണം കാക്കയുടെ ഇസ്ലാം മത വിമർശനം കൊണ്ടല്ലേ സംഘികൾ ഇന്ന് പിടിച്ചു നിൽക്കുന്നത് തന്നെ. അതുകൊണ്ട് കാക്ക അങ്ങനൊന്നും ചെയ്തു കളയല്ലേ. ഒയ്യോ കാക്ക, ഇസ്ലാം മത വിമർശനം നിർത്തിക്കഴിഞ്ഞാ പിന്നെ എന്തു ചെയ്യും കാക്ക? കാക്ക നിർത്തരുത്. കാരണം കേരളത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കിയത് കാക്കയുടെ യുക്തിവാദം അല്ലേ. അതുകൊണ്ട് കാക്ക നിർത്തല്ലേ. ഓ, നിർത്താൻ പറ്റില്ല. ലോകം മൊത്തം കാക്കയോട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക, കാക്ക യുക്തിവാദം കാക്ക നിർത്തുവോ? അയ്യോ കാക്ക നിർത്തുവോ? സഹി കെട്ട് കാക്ക രാവിലെ എഴുന്നേറ്റിട്ട് വന്ന് ചോദിക്കുകയാണ്, ഞാൻ നിർത്തണോ? ഞാൻ എൻ്റെ പൊന്നാരെ കാക്ക, നിങ്ങളെ എത്ര പേര് അറിയും കാക്ക? നാണോ ഇല്ലേ കാക്ക നിങ്ങൾക്ക്? ഞാൻ യുക്തിവാദം നിർത്തണേ. നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ എന്തിവിടെ സംഭവിക്കുന്നു? ഒരു ചുക്കും സംഭവിക്കില്ല. തലയ്ക്കകത്ത് ആളുതാമസമുള്ള ആളുകളെ വസ്തുതാപരമായിട്ട് വിഷയങ്ങൾ വന്ന് പറയും. അപ്പൊ ഇസ്ലാമിനെ കുറിച്ചോ ഖുർആനെ കുറിച്ചോ ഹദീസിനെ കുറിച്ചോ ഒന്നും അറിയാത്ത നിങ്ങൾ അവിടെ നിന്ന് ചൊറിയും. നിങ്ങൾക്ക് എത്ര ഹദീസ് ഗ്രന്ഥങ്ങൾ വായിക്കാൻ അറിയാം? നിങ്ങൾക്ക് ഖുർആനിന്റെ പരിഭാഷ മലയാളത്തിൽ വായിക്കാനല്ല. നിങ്ങൾക്ക് അറബി അറിയാമോ? അറബി അറിയുന്നവർ മാത്രമേ വിമർശിക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ലാട്ടോ. ഇങ്ങനെ എന്നെ വിമർശിച്ചത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇയാൾ എത്ര ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ കണ്ടിട്ടുണ്ട്? ഇങ്ങേരുടെ ഇസ്ലാം മത വിമർശനം പോലെയാണ് എല്ലാവരും ഇയാൾ വിചാരിച്ചിരിക്കുന്നത്. എന്തെങ്കിലും വായിച്ചിട്ട് വളവളാന്ന് വന്ന് വിളിച്ചു പറയാ ഞങ്ങളൊക്കെ ചെയ്യാം. കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അവതരിപ്പിക്കുന്നത്. അത് കേൾക്കാൻ ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് അസൂയ പൂണ്ടിട്ട് കാര്യമില്ല. 10 വർഷങ്ങൾ കൊണ്ട് ആമയെ പോലെ എഴഞ്ഞുകൊണ്ടിരിക്കുന്നു. അനുവാചകർക്ക് എന്താണ് വേണ്ടത്? അവർക്ക് റെഫറൻസുകളാണ് വേണ്ടത്. അത് പറഞ്ഞു ഇത് പറഞ്ഞു. ഞാൻ എൻ്റെ അഭിപ്രായം അതല്ല ആൾക്കാർക്ക് വേണ്ടത്. ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, ഇസ്ലാം മത ഗ്രന്ഥങ്ങളിൽ എവിടെയാണുള്ളത്? റെഫറൻസ് അടക്കം ആളുകൾക്ക് കൊടുക്കുമ്പോൾ അവർ നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകും. അതുകൊണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കാക്ക. യൂട്യൂബ് വ്യൂവേഴ്സിന് വേണ്ടി എന്തേ നിങ്ങളുടെ യൂട്യൂബിനൊന്നും വ്യൂവേഴ്സ് വരാത്ത കാര്യം എന്താ വരാത്തെ?
ഇഷ്ടംപോലെ കമ്മികളും യുക്തിവാദികളും ഒക്കെ ഇല്ല, എന്തേ വരാത്ത? എന്താ കാരണം? നിങ്ങളുടെ അഭിപ്രായം കേൾക്കാനല്ല ആളുകൾ വരുന്നത്, ഗ്രന്ഥങ്ങൾ എന്ത് പറയുന്നു എന്ന് കേൾക്കാനാണ് വരുന്നത്. ഇവരുടെ ഉദ്ദേശം അതാണ്, എനിക്കറിയാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഹൈന്ദവതയെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്കറിയുള്ള അറിവ് എനിക്കില്ല. ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ താല്പര്യപൂർവ്വം പഠിച്ച കാര്യമാണ്. അപ്പൊ ഇത് ഞാൻ ചെയ്യണോ വേണം? ശരി, എന്ന ഒരു കാര്യം കാക്കായുമായിട്ട് ഇസ്ലാമിക രൂപത്തിലൊരു ഡിബേറ്റിന് നമ്മൾ തയ്യാറാണ്. എന്നെയും ആരിഫിനെയും അല്ലേ പറഞ്ഞേ? ഞാൻ കീലേരി അച്ചുവിനെ പോലെ ആരിഫിനെ വിളിക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്കും തയ്യാറാണ്. കാക്ക പോരെ? കാക്കയുടെ ഇസ്ലാമിലെ പരിജ്ഞാനം എന്താണെന്ന് ആളുകളൊന്ന് കാണട്ടെ. എൻ്റെ ഇസ്ലാമിന്റെ പരിജ്ഞാനക്കുറവ് എന്താണെന്ന് ആൾക്കാരൊന്ന് കാണട്ടെ. ഇസ്ലാമിൽ ഫോബിക് ആണോ ഉള്ളത്, ഫിയർ ആണോ ഉള്ളത് എന്ന് തെളിയിക്കാൻ ഒരു ബാധ്യത നമുക്കുണ്ടല്ലോ, തെളിയിക്കാം. ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ വല്ലാത്ത ഒരു ചോദ്യം നമ്മെ നോക്കി തുറിച്ചു വരുന്ന ഒരു സംഭവമാണ്. പക്ഷേ ദുഃഖകരമായ അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിൽ ഹൈന്ദവത പല കൂണുകളിൽ നിന്ന് പല രീതിയിൽ പിടിമുറുക്കുമ്പോൾ, ഇസ്ലാമിക തീവ്രവാദം പിടിമുറുക്കുമ്പോൾ ഇല്ലാത്ത വേദനയാണ് കാക്കാക്ക് ഹൈന്ദവത പിടിമുറുക്കുമ്പോഴുള്ളത്. കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കാക്കയുടെ ഉള്ളിൽ കിടക്കുന്ന സുഡാപ്പിസം പുറത്തു വന്നുകൊണ്ടിരിക്കുവാണ്. ഇതിനെ പ്രതിരോധിക്കേണ്ട യുക്തിവാദികൾ, അതായത് ഇസ്ലാമിക തീവ്രവാദം വളർന്നോട്ടെ, ഹിന്ദുക്കൾ അത്ര നന്നായിട്ട് വളരണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഉള്ളിൽ കിടക്കുന്ന ലവം പോയിട്ടില്ല. ആ ചെറിയ പ്രായം മുതലേ ഉള്ളിൽ കിടക്കുന്ന മതത്തോടുള്ള ഒരു താല്പര്യമുണ്ടല്ലോ, അത് പോയിട്ടില്ല. എന്നാലോ പേരിന് യുക്തിവാദിയും. അറിഞ്ഞുകൊണ്ടും അറിയാതെയും അതിന് വളക്കൂറായി പോകുന്നു എന്ന ഒരു ദുരവസ്ഥ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാക്ക ഇപ്പോഴും സുഡാപ്പികളെ പ്രീണിപ്പിക്കുക, മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക, ഹമാസും ഐസിസും താലിബാനും ഒക്കെ സ്വന്തം കൊച്ചാപ്പാട മക്കളാണ് എന്ന് പറഞ്ഞ് പാടിപ്പുകഴ്ത്തുക, മുസ്ലിങ്ങളെ വേദനിപ്പിക്കാതെ എങ്ങനെ യുക്തിവാദം മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ ഇസ്ലാം മത വിമർശനം മുന്നോട്ട് കൊണ്ടുപോകാം, സംഘപരിവാരങ്ങൾക്ക് വളമാകാതെ എങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കാം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാക്കയാണ്. വീണ്ടും ഞാൻ പറയുന്നു, കാക്കയുമായിട്ടൊരു ഡിബേറ്റിന് ഞാൻ തയ്യാറാണ്. ഇസ്ലാമിൽ ഫോബിക് ആണോ ഉള്ളത്, ഫിയർ ആണോ ഉള്ളത്? 1. 2, ഇസ്ലാമിലില്ലാത്ത എന്തെങ്കിലും ഒരു വസ്തുത ഞാൻ പറഞ്ഞു എന്ന് ഇദ്ദേഹം തെളിയിക്കണം. ഇസ്ലാമിനെ ആവശ്യമില്ലാതെയാണ് ഞാൻ വിമർശിക്കുന്നത് എന്ന് ഇദ്ദേഹം തെളിയിക്കണം. 12,000-ത്തിലധികം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ കൂടി മാത്രം. എത്രയോ യൂട്യൂബ് ചാനലുകൾക്ക് ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, എത്രയോ പൊതുവേദികളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് ചാനലുകളിൽ വന്നിരുന്ന് ഡിബേറ്റുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ വിളിക്കാത്തത് കൊണ്ടല്ല ഞാൻ പോകാത്തതാ. അപ്പൊ ഇതെല്ലാം എടുത്തു വച്ചിട്ട് ഇസ്ലാമിലില്ലാത്ത എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഖുർആനിലില്ലാത്തതോ ഹദീസുകളിലില്ലാത്തതോ ആയ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹം തെളിയിക്കണം. പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഒരു ആരോപണമുണ്ട്, എനിക്ക് വധഭീഷണിയൊക്കെ വന്ന സമയത്ത് സംഘപരിവാരങ്ങളായിരുന്നു തുണയായിട്ടുണ്ടായിരുന്നത്, യുക്തിവാദികളും ഉണ്ടായിട്ടുണ്ട്. കലാനാഥ മാഷ് അടക്കം, ഇരിങ്ങൽ കൃഷ്ണമാഷ് അടക്കം ധാരാളം യുക്തിവാദികള്, നമ്മുടെ അഡ്വക്കേറ്റ് അനിൽകുമാർ എറണാകുളം, ഇവരൊക്കെ എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗത്താനം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രതിഷേധ ധർണ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് എനിക്കെതിരെ വധഭീഷണി വന്ന സമയത്ത്. സംഘികൾ അന്നും എൻ്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നിന്നത്, അബ്ദുൽ ഖാദർ പുതിയങ്ങാടിക്ക് വേണ്ടിയും നിന്നിട്ടുണ്ട് സംഘികൾ. ഞാനാ വിളിച്ചത് കേന്ദ്രമന്ത്രിയെ, അബ്ദുൽ ഖാദർ പുതിയങ്ങാടിക്ക് വേണ്ടി. എന്നിട്ട് അതിന്റെ അപ്ഡേഷൻ കൃത്യമായിട്ട് ഞാൻ രവിചന്ദ്രൻ സാറിന് നൽകിയിട്ടുമുണ്ടായിരുന്നു. ഒരവകാശവാദവും വേണ്ട. അപ്പോ സംഘികൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്നു എന്ന് കരുതി അവരൊരിക്കലും നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇന്നും സംഘികളെ വിമർശിക്കുന്നുണ്ട് അബ്ദുൽ ഖാദർ പുതിയങ്ങാടി. എന്ന് കരുതി നാളെ ഒരു പ്രശ്നം വന്നാൽ അവരിടപെടത്തില്ലെന്നല്ല. നാടിനോട് കൂറുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇടപെട്ടെന്നിരിക്കും. എത്ര കമ്മികളാണ് ഇത്തരം വിഷയങ്ങളിൽ വിശ്വാസികളോടൊപ്പം അതല്ലെങ്കിൽ യുക്തിവാദികളോടൊപ്പം നിന്നിട്ടുള്ളത്? അഖിലഹാദി അറിയാമോ? അശോകൻ ആരായിരുന്നു? കമ്മിയായിരുന്നു. മോൾക്കൊരു കാര്യം വന്നപ്പോൾ എതിരെ ഇസ്ലാം മത തീവ്രവാദികളായിരുന്നു. നിന്നോ? കെവിൻ പീറ്റർ, അദ്ദേഹത്തിന്റെ മകളുടെ വിഷയം വന്ന സമയത്ത് അവരൊക്കെ കമ്മികളായിരുന്നു. കൂടെ നിന്നോ? ഇല്ല. റഫീഖ് തളിപ്പറമ്പ് ഇന്നും കമ്മിയാ. സ്റ്റുഡിയോ കത്തിച്ചു മതതീവ്രവാദികള്, കമ്മികൾ കൂടെ നിന്നോ? എന്നിട്ടും അവരൊക്കെ കമ്മി ആശയത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആരും ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടല്ല കൂടെ നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ ഖാനെ പോലെയുള്ള ആളുകൾ കൂടെ നിൽക്കുന്നത് എന്നും നമ്മളെ സുഖിപ്പിക്കണം എന്നുള്ള ആശയത്തിന് വേണ്ടിയായിരിക്കും. പക്ഷേ സംഘികൾക്ക് അങ്ങനെ ഒരു പിന്തുണ നമ്മുടെ കയ്യിൽ നിന്ന് ആവശ്യമില്ല. എന്റെയോ നിങ്ങളുടെയോ
ഇസ്ലാം മത വിമർശനം കൊണ്ട് ഈ കേരളത്തില് സംഘികൾ വളർന്നിട്ടില്ല. ആരോട് പറയാൻ? ഇവർക്കൊക്കെ മനസ്സിലാക്കാൻ വല്ല കഴിവുമുണ്ടോ? നന്ദി.